ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഫോദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തെന്ന് ഇറാൻ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ ശാസ്ത്രജ്ഞന്മാരും സൈനികരും ഉൾപ്പെടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പി ജെയിംസ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം അത് ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുമൊക്കെ ഇടപെടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് മാറുന്നുണ്ടോ? ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമായി അനുഭവപ്പെടുന്നതിൽ അസ്വാഭാവികതയുണ്ടോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ ലൈവായിട്ട് കാണാവുന്ന കാര്യം തന്നെ ഇറാന്റെ സീരീസ് ഓഫ് അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വേവ് ഓഫ് അറ്റാക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. തിരമാല കണക്കെ ആണ് ഈ അറ്റാക്ക് വരുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രളയമാണ്. ആദ്യം 100ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒരേ തരത്തിൽ പ്രയോഗിച്ചത് ഇറാൻ. പ്രത്യേകിച്ച് അതൊരു പ്രതികാരമാണ്. കാരണം കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ അടി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഇറാന് കിട്ടിക്കഴിഞ്ഞു. അവരുടെ ആയത്തുള്ള ഖൊമേനി നേതാവ് തന്നെ പറഞ്ഞു, അവരെ മുട്ടുകുത്തിക്കും ഇസ്രായേലിൽ നിന്ന്. ഈ ഇത്തവണ വ്യത്യാസമുള്ളത് ഗോപി, കഴിഞ്ഞ 2024 ഏപ്രിലിൽ 300 പ്രൊജക്ടൈൽസ് അല്ലെങ്കിൽ 300 റോക്കറ്റുകൾ, അതിൽ 170 ഡ്രോണുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ ഒറ്റ ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതിൽ ഉപയോഗിച്ചത്. അന്ന് 99% അടിച്ചിട്ടു ഇസ്രായേൽ. ഇത്തവണ ഇസ്രായേലിന് അത്രയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ടെല്ലവീവിൽ അതുപോലെ തന്നെ ജെറൂസലമിൽ തീഗോളങ്ങൾ പോലെ മിസൈലുകൾ വീഴുന്നു. ഇതിനകം 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനം വരുന്നത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സാധാരണക്കാരെ ആക്രമിക്കുന്നു ഇറാൻ. അതുകൊണ്ട് ഗുരുതരമായി ഇനിയും തിരിച്ചടി ഉണ്ടാവുന്ന ഇസ്രായേൽ പറയുന്നു. 2 സ്ഥലങ്ങളും, ടെഹ്റാനിൽ ഇറാന്റെ തലസ്ഥാനം, അതുപോലെ തന്നെ ടെല്ലവീവ് ഇസ്രായേലിന്റെ തലസ്ഥാനത്തും സൈറനുകൾ മുഴങ്ങുകയാണ്. ഇസ്രായേലിലെങ്ങും വലിയ സുരക്ഷയാണ്. അയൺ ഡോമുകൾ അടക്കമുള്ളത് വളരെ ഇതാണ്. പാട്രിയോട്ട് മിസൈൽ സംവിധാനം അമേരിക്കയുടെ ഇതായിട്ടുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കയുടെ ഒരു പിന്തുണ ഇപ്പോൾ തയ്യാറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഗോപി ചോദിച്ചൊരു ചോദ്യമുണ്ട്. തുടക്കത്തിൽ ട്രംപ് എതിരായിരുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ആണവ കരാറിലേക്ക് എത്തുകയാണ്, നിങ്ങൾ ദയവായിട്ട് ആക്രമണത്തിന് പോകരുത്. ഇസ്രായേലിനെ വാൺ ചെയ്തു. അവർ ഫോൺ സംഭാഷണത്തിൽ പരസ്പരം ഉടക്കി. പക്ഷേ ഇസ്രായേൽ അതെല്ലാം അതിലംഘിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ ഇപ്പോൾ അമേരിക്ക അവരുടെ ഇത് മാറ്റിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിക്കാൻ തുടങ്ങിയതോടെ അത് വീഴ്ത്താൻ അമേരിക്കയുടെ ഇന്റർസെപ്റ്റിംഗ് സിസ്റ്റംസ് ബന്ധപ്പെട്ടു തുടങ്ങി. അറേബ്യൻ കടലിൽ അവരുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലുണ്ട്, നിരവധി ഫൈറ്റർ വിമാനങ്ങളുണ്ട്. അവർ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിലും ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ അവർ രംഗത്തുണ്ട്. എന്തായാലും 80 പേർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടു, പ്രത്യേകിച്ച് ടെഹ്റാനിൽ. ഒരുപക്ഷെ ഈ മൊസാദ് ആണ് ഏറ്റവും നല്ല ഓപ്പറേഷൻ, ഞാൻ നല്ലതെന്ന് പറയുന്നില്ല, ഏറ്റവും തന്ത്രപരമായ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഗോപി, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ടെഹ്റാന്റെ മൂക്കിന് കീഴെ ഭൂഗർഭ അറകളിൽ ഡ്രോണുകൾ കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് അതാണ് സൈനിക കേന്ദ്രങ്ങളിലേക്കും സയന്റിസ്റ്റുകളെയും അതുപോലെ തന്നെ സൈനിക തലവന്മാരെയൊക്കെ കൊലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത്. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊസാദിന്റെ നെറ്റ്വർക്ക് ഇറാനിലുള്ള പൗരന്മാരെ തന്നെ ചാര ശൃംഖല സൃഷ്ടിച്ച് അടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരശക്തി തങ്ങളാണെന്ന് തന്നെ അവർ തെളിയിച്ചിരിക്കുകയാണ്. പി ജെയിംസ്, വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുൻപ് വളരെ ക്വിക്കായിട്ട് എനിക്ക് താങ്കളിൽ നിന്നൊരു വിവരം കിട്ടാനുള്ളത്, കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖൊമേനി പറഞ്ഞത് കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു മറുപടിയായിരിക്കും ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത് ഇറാന്റെ പക്കൽ നിന്നെന്ന്. അതിനുശേഷം വന്നൊരു വാർത്ത, ഖൊമേനിയുടെ ഉപദേശകൻ കൂടി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത് കൃത്യമായുള്ളൊരു സ്ഥിരീകരണം ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല. ഇറാൻ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ തരത്തിലൊരു വാർത്ത ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പത്രസമ്മേളനം നടത്തിയ അവരുടെ തലവന്മാർ മുഴുവൻ, സൈനികത്തിൻ്റെ, റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഒക്കെ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ആയത്തുള്ള ഖൊമേനിയെ തന്നെ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ്സ് മുഴുവൻ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. മൊസാദിന്റെ ചാര ശൃംഖല ഇറാനിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഗോപി. ശരി, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് സൗദി അറേബ്യ പ്രതികരിച്ചിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാജ്യാന്തര സമൂഹം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന സമയമാണ്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുഖത്തെത്തിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.